ഇടുക്കി കൂട്ടാറിൽ ഓട്ടോ ഡ്രൈവറെ CI മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഓട്ടോ ഡ്രൈവർ മുരളീധരനെ കമ്പം വെട്ട് CI ഷമീർ ഖാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അടിയേറ്റ മുരളീധരന്റെ പല്ല് പൊട്ടുകയും ചെയ്തു. ന്യൂ ഇയർ ആഘോഷത്തിനിടെയായിരുന്നു പോലീസിന്റെ അതിക്രമം. കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്, കനത്ത അടിയാണ്, അദ്ദേഹത്തിന്റെ പല്ല് പൊട്ടിക്കാണും, ഒരു തർക്കവുമില്ല. ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിനിടെയാണ് സംഭവം. ഒരു മാസം കഴിയുന്നു, ഏകദേശം ഒരു മാസവും 5 ദിവസവും പിന്നിടുകയാണ്. ഇത്രയും നാൾ ഇത്രയും വലിയൊരു അതിക്രമം നേരിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു സംഗതിയാണ്. ഇദ്ദേഹം ഈ മുരളീധരൻ എവിടെയാണ് പരാതി നൽകിയിരുന്നത്, എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്? ഡിസംബർ 31 രാത്രി 10 മണിക്കാണ് ഈ കൂട്ടാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഈ മുരളീധരനും നിൽക്കുന്നത്. സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ച് ന്യൂ ഇയർ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അത് കണ്ടു നിൽക്കുകയായിരുന്നു ഈ മുരളീധരൻ. അതിനിടയിലാണ് ഈ സ്ഥലത്തേക്ക് ഈ കമ്പംമെട്ട് CI ഷമീർ ഖാൻ എത്തുന്നത്. തുടർന്ന് ഇവരുടെ അടുത്തേക്ക് യാതൊരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം വന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതായത് പിന്നീട് ഈ മർദ്ദിക്കുകയും ചെയ്തു. അത് ഈ മുരളീധരൻ്റെ പല്ല് തകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പല്ലടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വലിയ രീതിയിൽ ഒരു മർദ്ദനം ഉണ്ടായി എന്നും പറയുന്നു. ഒരു ഗുണ്ടയെ പോലെ പെരുമാറി എന്നാണ് ഈ മുരളീധരൻ പറയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു മർദ്ദനമെല്ലാം ഉണ്ടായി. തുടർന്ന് ഈ ആശുപത്രി ചെലവുകളെല്ലാം വഹിക്കാം എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത് എന്നാണ് മുരളീധരൻ പറയുന്നത്. പക്ഷേ പിന്നീട് മറ്റ് തുടർ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇതിൽ ഈ CCTV ദൃശ്യങ്ങൾ സഹിതം മുരളീധരൻ കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയും ചെയ്തു. പക്ഷേ അതിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്കും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പോലീസിനെതിരെ ഉള്ള വിമർശനങ്ങൾ ഒരു പല ഭാഗത്തു നിന്നും ഉയരുന്നു. പോലീസ് അതിക്രമം പല ഭാഗത്തും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു മാസം പിന്നിട്ടിട്ടും ഇതിൽ മറ്റൊരു തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടുകൂടി മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ അന്ന് മർദ്ദനമേറ്റ മുരളീധരൻ ചേരിക്കുന്നേൽ നമ്മോടൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ മുരളീധരൻ, ഡിസംബർ 31 ഈ സംഭവം ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. അന്ന് എന്ത് പ്രകോപനമാണ്? ഞങ്ങൾ ആ വിഷ്വൽ കണ്ടിടത്തോളം താങ്കൾ ആ റോഡ് സൈഡിൽ സമീപത്തൊരു കടയാണെന്ന് മനസ്സിലാക്കുന്നു. അതിന് സമീപത്താണ് താങ്കൾ നിൽക്കുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം വന്ന് അടുക്കുകയായിരുന്നു. അതിന് ഒരു മർദ്ദനത്തിലേക്കൊക്കെ എത്താൻ എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അവിടെ അന്ന്? ഇല്ല അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഞങ്ങൾ 31 തീയതി 11 മണിക്കാണ് സംഭവം നടക്കുന്നത്. 31 തീയതി രാത്രി. അപ്പൊ അത് കഴിഞ്ഞ് ഈ മർദ്ദനമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിള്ളേര് പടക്കം പൊട്ടിക്കും. എല്ലാ വർഷവും ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉള്ളതാണ് അവിടെ, പഞ്ചായത്തിന്റെ ഫ്രണ്ടിലുമായിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വന്ന് 11 മണി ആകുന്ന സമയത്ത് പിന്നെ CI വന്ന് ഇവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റിയാലെന്ന് പറയുകയും പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞ് വീട്ടിൽ പോകണം, വീട്ടിൽ പോയി നിന്റെയൊക്കെ വീട്ടിൽ പോയി പൊട്ടിച്ചാൽ മതി, ഇവിടെ നിന്ന് നടക്കുകയായിരുന്നു പറയുകയും ചെയ്തിരുന്നു. ആ അവസ്ഥയില് അവിടുന്ന് പിന്നെ അപ്പൊ ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അവിടെ ഇത് ഈ സംഭവം ഇങ്ങനെ എന്ന് പറയുന്നത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ബേക്കറി എന്ന് പറയുന്ന ഒരു റോഡ് സൈഡിലുള്ള ഒരു ബേക്കറിയാണ്. അവിടുന്ന് ബേക്കറിന്ന് സാധനം വരെ അവിടെ 5-6 പടക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ അത് മേടിച്ച് എന്നോട് പൈസ ചോദിച്ചു. കൂട്ടുകാരൻ പൈസ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ 200 രൂപയുടെ പടക്കവും മേടിച്ചോണ്ട് പോയി പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും പൊട്ടിക്കണ്ടെന്ന് പറയുകയും അവിടെ നേരത്തെ തൊട്ട് പൊട്ടിച്ചോണ്ടിരിക്കുമായിരുന്നു, പൊട്ടിക്കണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇത് ന്യൂ ഇയർ അല്ലേ എന്ന് പറഞ്ഞു. 12 ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, നീയൊക്കെ നിന്റെ വീട്ടിൽ പോയി കിടന്ന് പൊട്ടിച്ചാൽ മതി, ഇവിടെ പൊട്ടിക്കാൻ പറ്റിയരാ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് പ്രകോപനമായി ആണ് സംഭവം നടന്നത്. ഞാനെന്നേരം എന്താണ് കാര്യം എന്ന് പറയാതെ ഞങ്ങള് ഇങ്ങനെ ഒന്ന് പറയാവുന്നവർക്കൊക്കെ ചെന്നതായിരുന്നു. അവിടെ നിന്ന് ബേക്കറി അല്ലേ, ഒരു കേക്ക് മേടിച്ചോണ്ട് പോകാം, 11-12 ആകുമ്പോൾ കേക്കൊക്കെ മേടിച്ചു വെക്കാന്ന് ഓർത്ത് അങ്ങോട്ട് ചെന്നതാണ്. പടക്കം പൊട്ടിക്കുന്ന താങ്കളല്ല, താങ്കൾ അവിടെ ആ പുതുവത്സരാഘോഷ പരിപാടികളിലും താങ്കൾ പങ്കെടുത്തിട്ടില്ല, കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. എന്തിനാണ് അവിടെ കണ്ടുനിന്ന താങ്കളെ നേരിട്ട് വന്ന് ഈ രീതിയിൽ അദ്ദേഹം മർദ്ദിച്ചത് എന്നതാണ് ചോദ്യം. എന്നിട്ട് അപ്പോൾ തന്നെ താങ്കളുടെ ഒരു പല്ല് പൊട്ടി എന്ന് പറയുന്നു, അപ്പോൾ തന്നെ ഒക്കെ രക്തമൊക്കെ പുറത്തു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായോ?
എന്നിട്ട് ചികിത്സ എങ്ങനെയായിരുന്നു പിന്നീട് ചെയ്തത്? പിന്നീട് എവിടെയോ പരാതി കൊടുത്തു എന്ന് പറയുന്നത്, അത് ഏത് സ്റ്റേഷനിലാണ് പിന്നീട് പരാതി നൽകിയത്? ഞാന് പല്ല് പൊട്ടിയെന്ന് പറയാൻ പല്ല് എന്റെ പൊട്ടി കീറിയിട്ട് ഒടിഞ്ഞു. കീറിയിട്ട് കീറിയ ഒരു സൈഡ് ഒടിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ കിടന്നു. അന്നേരം ഒന്നും ഈ പറയത്തൊക്കെ ചോരയൊന്നും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ല. ഞാൻ അതേപ്പറ്റി കൂടുതൽ ഞാൻ പോയി വീട്ടിൽ പോയി മുഖമൊക്കെ കഴുകി ഇതെല്ലാം ചെയ്ത് അന്നേരമൊക്കെ എനിക്ക് ഇത്രയും ഗൗരവം ഉണ്ടെന്ന് മനസ്സിലായില്ല. ഒന്ന് മയങ്ങി ഒന്ന് കിടന്നൊരു ഞാനൊരു 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ കയറി കിടന്നായിരുന്നു. കിടന്നു കഴിഞ്ഞ് ഞാൻ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഞാനന്നേരം കവിളിലാണ് അടിച്ചതല്ലേ? കൈ മടക്കി കവിളിൽ അടിച്ചു, അങ്ങനെയാണോ? എന്റെ വലത്ത് സൈഡിൽ അടിച്ചു. എന്റെ വലത്ത് സൈഡിൽ അടിക്കുകയും ഞാൻ റോഡിലേക്ക് രണ്ടാമത്തെ അടിച്ച് വീഴുകയും ചെയ്തു. അപ്പൊ അങ്ങനെ അവിടെ കൂടി നിൽക്കുന്ന മറ്റാരെങ്കിലും അടിച്ചോ ഇതേപോലെ? അടിച്ചില്ല. വേറെ ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല. വേറെ ആരോട് ഒരാളെ പിടിച്ച് തള്ളുന്നു കണ്ടു. ശരി, എന്നിട്ട് എവിടെയാണ് പരാതി നൽകിയത്? എവിടെയായിരുന്നു? ഞാൻ വീട്ടിലും പറഞ്ഞില്ല ഇതുപോലൊരു സംഭവം ഉണ്ടെന്ന്. ഞാൻ വീട്ടിൽ പോയി തീ അടിച്ചാന്നോ ഇങ്ങനെ എന്നെ മർദ്ദിച്ചാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാൻ പറ്റിയില്ലായിരുന്നു, കാരണം മോശമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറയാതിരിക്കുകയൊക്കെ ചെയ്തു. ആ ഒരാഴ്ച കഴിഞ്ഞു. അന്നേരവും എനിക്ക് 3-ാം തീയതിയാണ് പല്ലിന്റെ കേസുമായി ചെന്നത്. ഞാൻ ചെല്ലുന്നത് കാരണം നീരും ഇതൊക്കെ ആയതുകൊണ്ട് ചെന്നപ്പം അകത്തേക്ക് പൊട്ടലുണ്ട്. അതുകൊണ്ട് ഈ പല്ല് അങ്ങനെ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റിയില്ല. പല്ല് നഷ്ടപ്പെടും എന്നോട് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതനുസരിച്ച് 3-ാം തീയതി പല്ലെടുത്ത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസത്തിന് തല അനങ്ങാതൊക്കെ നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ടു. അതിന്റെ ഫലമായിട്ടൊക്കെ റെസ്റ്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ആയിരുന്നു ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തൂക്കുപാലം അർപ്പണ എന്ന് പറഞ്ഞ ഒരു ആശുപത്രിയിൽ 1-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. 1-ാം തീയതി രാവിലെയാണ്. ഞാൻ ചോദിച്ചത് താങ്കൾ എവിടെയെങ്കിലും പരാതി നൽകിയിരുന്നു എന്നായിരുന്നു. അതിനങ്ങ് മറുപടി പറഞ്ഞില്ല. ഓക്കെ. അപ്പം പിന്നെ പരാതി ഞങ്ങൾ 16-ാം തീയതിയാണ് പരാതി SP ഓഫീസിലാണ് കൊടുത്തത്. ഇതിന്റെ ഈ CCTV ദൃശ്യങ്ങള് ഞാൻ അടക്കം SP ഓഫീസിൽ പരാതി കൊടുത്തു. എന്നിട്ട് SP യുടെ അന്വേഷണം വല്ലതും നടന്നു? അദ്ദേഹത്തിന് മറുപടി വല്ലതും കിട്ടിയോ? SP യുടെ അന്വേഷണം നടന്നില്ല. SP DYP ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. 23-ാം തീയതി SP ഓഫീസിലെ DYP ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഞങ്ങളെ. ഞങ്ങൾ അവിടെ ചെന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. അന്ന് തന്നെ ഈ സ്ഥലം 3-4 പോലീസുകാരെ വിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വൈകിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ കടക്കാരനോട് പറഞ്ഞു, മുരളിയോട് പറയണം നാളെ പെൻഡ്രൈവിലാക്കി ഈ സാധനം കൊണ്ടുവന്ന് ഓഫീസിൽ തരാൻ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി. ഞാൻ അന്ന് 2 ദിവസത്തിന് പിന്നെ ഈ പെൻഡ്രൈവിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച പെൻഡ്രൈവിലാക്കുകയും പിന്നെ തിങ്കളാഴ്ച കൊണ്ടുവന്ന് DYP ഓഫീസിൽ 11 മണിയോട് കൂടി കൊടുത്തു. അതിന്റെ രേഖകളും പിന്നെ മേടിച്ചോണ്ടാണ് ഞാൻ പോയത്. പിന്നെ ഇതുവരെ ഈ സമയം വരെയും കാര്യമായ നടപടികളൊന്നുമില്ല. ഈ സമയം വരെ കാര്യമായ SP ഓഫീസിൽ വിളിച്ചപ്പോൾ റിപ്പോർട്ട് ചെന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡിസംബർ 31 നടന്ന സംഭവമാണ്. കൃത്യമായ തെളിവുകളുണ്ട്, CCTV വിഷ്വൽസ് ഉണ്ട്. ഒരു നടപടിയും ഇതുവരെ CI ഷമീർ ഖാനെതിരെ എടുത്തിട്ടില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായൊരു സംഗതിയാണ്. എന്തായാലും